ഉള്ളൂ. ഇവർ അഭിലാഷ്, അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ബി.ജെ.പിക്ക് ഈ കഴിഞ്ഞ 2 ടേമിലും ഉള്ളതുപോലെ ഒരു NDAക്ക് വളരെ മേധാവിത്വത്തോടുകൂടി പ്രതിപക്ഷത്തെ മാനിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക, അത് സഖ്യകക്ഷിയോടൊക്കെ ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. ഒരു തരത്തിലും ഈ എന്താ പറയുക, കഴിഞ്ഞൊരു പ്രഭാവം ഇത്തവണത്തെ സർക്കാർ ഉണ്ടാകില്ല എന്ന് തന്നെ വിലയിരുത്തണ്ടേ? കാരണം പ്രതിപക്ഷം അത് കരുത്തുറ്റതാണ്, മാത്രമല്ല ഈ സഖ്യകക്ഷികളുടെ പിന്തുണ എപ്പോഴും നിലനിർത്തുകയും വേണം. തീർച്ചയായും എൽദോ, അതായത് 2024 ബി.ജെ.പി ഒരിക്കൽ കൂടി അധികാരത്തിലേറിയാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെട്ടത്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ്. അതിൽ ഒന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് സുപ്രീം കോടതിയുടെ മുന്നിൽ ഇരുന്ന വിഷയമാണ് എങ്കിൽ പോലും ആ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട പോംവഴികൾ തേടും. അതായത് ഒന്നുകിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധിയുണ്ടായാൽ രാമക്ഷേത്രം നിർമ്മിക്കും, അല്ലെങ്കിൽ ഇതര സംഘടനകളും സംസാരിച്ചുകൊണ്ടും മുസ്ലിം സംഘടനകളുമായി സംസാരിച്ചുകൊണ്ടും രാമക്ഷേത്രം നിർമ്മിക്കും. അതോടൊപ്പം തന്നെ മുത്തലാഖ് പോലെയുള്ള നിരോധനം നടപ്പിലാക്കും, പൗരത്വ നിയമം നടപ്പിലാക്കും എന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അടുത്ത ഒരു ടേം കൂടി ലഭിച്ചാൽ ഏകീകൃത സിവിൽ കോഡിലേക്ക് പോകും ബി.ജെ.പി എന്ന തരത്തിലുള്ള പ്രചാരണം അതിശക്തമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഭരണഘടനയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് രൂപീകൃതമായ ഒരു ഭരണഘടനയുണ്ട്. കാലം മാറുമ്പോൾ അതിന് അനുസൃതമായി ഭരണഘടനയിലടക്കം മാറ്റം വരുത്തും. അങ്ങനെയുള്ള പ്രചാരണം അതിശക്തമായിരുന്നു. ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിർണായകമായ പല നീക്കങ്ങളും ഉണ്ടായേനെ എന്നത് വസ്തുതയാണ്. പക്ഷേ എൽദോ, നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അടുത്ത 5 വർഷത്തേക്ക് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഏകകണ്ഠമായി തീരുമാനങ്ങളിലേക്ക് പോവുക എന്നത് ശ്രമകരമാകും. കാരണം ഘടകകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ടും അവരെ വിശ്വാസത്തിൽ ആർജിച്ചുകൊണ്ടും മാത്രമേ ഇനി ബി.ജെ.പിക്ക് 5 വർഷക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെ എത്രത്തോളം നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും വിജയിക്കും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സർക്കാർ രൂപീകരണ വേളയിൽ അടക്കം ഈ JDUവും TDPയും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാകേണ്ടി വരും ബി.ജെ.പിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി.ജെ.പിക്ക് അക്ഷരാർത്ഥത്തിൽ ആശ്വസിക്കാൻ പറ്റുന്നത്, ഒരു ഭാഗത്ത് ബി.ജെ.പിയെ എതിർക്കുന്നതിനു വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നപ്പോൾ പോലും ബി.ജെ.പി ഒറ്റയ്ക്ക് നേടിയ 240-ലധികം സീറ്റുകൾ എന്നതിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ സാധിച്ചില്ല എന്നത് മാത്രമാണ്. നമുക്ക് നമ്മുടെ വീഡിയോ വാൾ, നമ്മുടെ മാജിക് വാളിന്റെ കൂടി സഹായത്തോടെ ആ കൗണ്ടുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. അതായത് 543 സീറ്റുകൾ ഉള്ള ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് NDAക്ക് ലഭിച്ചിട്ടുള്ളത് 292 സീറ്റുകൾ ആണ്. അതായത് 2019 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 58 സീറ്റുകളുടെ കുറവാണ് ഈ തവണ NDA സഖ്യത്തിന് ഉള്ളത്. അതാകട്ടെ 292 ഈ കേവല ഭൂരിപക്ഷം എന്നതിനപ്പുറത്തേക്ക് പോകുന്നു എന്നത് മാത്രമാണ്. അതിൽ തന്നെ നമുക്ക് NDA ഘടകകക്ഷികൾ കൂടി വിശദമായി പരിശോധിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിക്ക് ഇപ്പോൾ ആശ്വാസമാകുന്നത് ഈ 240 എന്ന കൗണ്ട് മാത്രമാണ്. ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ട് പോലും ഈ 240 എത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല എന്നത് മാത്രമാണ്. ഇനിയുള്ള നമ്പറുകൾ ആണ് ഏറ്റവും പ്രധാനം എൽദോ. TDPക്ക് 16 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട്. JDUവിന് 12 സീറ്റുകളിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം JDUവുമായി നടത്തിയ ഈ സംഭാഷണം എന്നത് ഏറ്റവും ഒടുവിൽ, അതായത് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പാണ്. ഇതിൽ രസകരമാകുന്ന കാര്യം, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകിയും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ ചർച്ചകൾക്ക് അടക്കം നേതൃത്വം നൽകി തുടക്കം കുറിച്ച നേതാവായിരുന്നു നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിനെയാണ് ആ മുന്നണി നീക്കത്തിൽ നിന്ന് അടർത്തി മാറ്റി NDA പാളയത്തിലേക്ക് അവസാന നിമിഷം എത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചത്. ഒരു പക്ഷേ അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നില്ലായിരുന്നു എങ്കിൽ ഈ 292 എന്ന നമ്പറുകളിൽ നിന്ന് കാര്യമായ കുറവ് നേരിടേണ്ടി വന്നേനെ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് TDPയുമായുള്ള സഖ്യം. നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ പ്രമുഖനായ നേതാവ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഈ TDP ബി.ജെ.പി സഖ്യം തൂത്തുവാരിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നു. TDPയുടെ 16, ഈ 16, ഈ 12, അങ്ങനെ 28 സീറ്റുകൾ എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ശിവസേനയ്ക്ക് ലഭിച്ചിട്ടുള്ള സീറ്റുകൾ എന്നത് ആണ്. അതിൽ
ഈ 2019 തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് 2024 എത്തുമ്പോൾ ഈ സീറ്റുകൾ എന്നത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് എന്ന് നമുക്കറിയാം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ പലപ്പോഴായി പറഞ്ഞു ഉഴുതുമറിച്ച തരത്തിലേക്ക് മാറ്റിയത് ഇതേ BJP തന്നെയാണ്. അതായത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ പിളർത്തുകയും ഷിൻഡെ പക്ഷത്തെ ഒപ്പം നിർത്തുകയും ചെയ്തു BJP. അതോടൊപ്പം തന്നെ NCP ശരത് പവാറിന്റെ NCPയെ പിളർത്തി അജിത് പവാറിനെ മറുകണ്ഠം ചാടിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് NCPകളും രണ്ട് ശിവസേനകളും ആയിരുന്നു മഹാരാഷ്ട്രയിൽ ഏറ്റുമുട്ടിയത്. പക്ഷേ ആ ഏറ്റുമുട്ടലിൽ BJPക്കും NDAയ്ക്കും പരിക്കേൽക്കുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ക്രൗഡ് പുള്ളർ എന്നത് ഉദ്ധവ് താക്കറെ തന്നെയാണ്. സേനയെ സംബന്ധിച്ചിടത്തോളം NCPയെ സംബന്ധിച്ചിടത്തോളം കിങ് മേക്കർ എന്നത് ശരത് പവാറുമാണ് എന്ന് വ്യക്തമാക്കിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ഈ നമ്പറുകൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. LJP JDS ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടക കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തേണ്ടതും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുമായി കൂടിയാലോചന നടത്തേണ്ടതുമാണ് ഇത്തവണ NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ആക്കി മാറ്റുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണ നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നു 282 സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിച്ച 2014-ലും 303 സീറ്റുകൾ നേടിക്കൊണ്ട് സർക്കാർ രൂപീകരിച്ച 2024-ലും BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കുമായിരുന്നു. അവർ തീരുമാനങ്ങൾ കൈക്കൊണ്ട ശേഷം അത് ഘടകകക്ഷികളെ കൂടി അറിയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇനി ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഘടകകക്ഷികളോട് നേരത്തെ തന്നെ സംസാരിച്ച് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നമുക്ക് ഇന്ത്യ മുന്നണിയെയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. ഇന്നലെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം BJPക്ക് മുമ്പ് തന്നെ വാർത്താ സമ്മേളനം നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു. AICC ആസ്ഥാനത്ത് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ആയിരുന്നു വാർത്താ സമ്മേളനം നടന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നിലവിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ JDUവുമായും TDPയുമായും ഒക്കെ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ രാഷ്ട്രീയത്തിൽ അത് എൽദോ എപ്പോഴും പറയുമല്ലോ രാഷ്ട്രീയം അവസരങ്ങളുടെ കല കൂടിയാണ് എന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം വൈരികൾ ഇല്ല എന്നും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം ചെറിയ പ്രതീക്ഷയെങ്കിലും ഇപ്പോൾ പുലർത്തുന്നത്. കാരണം JDUവും അതോടൊപ്പം തന്നെ TDPയും ഒക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ തയ്യാറാകുന്നവരോ അല്ലെങ്കിൽ വന്നേക്കാവുന്നവരോ ആണ് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് ഈ മാജിക് വാളിന്റെ സഹായത്തോടെ കണക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ആണ് നടത്തിയത്. 2024 നിന്ന് വ്യത്യസ്തമായി 105 സീറ്റുകൾ ഇത്തവണ കൂടുതലായി നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു എന്ന് മാത്രവുമല്ല ഒരുപക്ഷെ KP ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ആലോചിക്കും ഈ അന്ന് ഇന്ത്യ സഖ്യം ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും അധികമായി 105 സീറ്റുകൾ എന്നുള്ള കണക്ക് അത് അങ്ങനെ അത്തരത്തിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അതൊരു സംശയമാണ്. തീർച്ചയായും കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണികൾ ചിതറി നിന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. അത് പ്രതിപക്ഷ മുന്നണികൾ തിരിച്ചറിയുകയും അങ്ങനെ രാജ്യത്ത് തന്നെ ഒരു പ്രതിപക്ഷം ഇല്ലാതെ പോയാൽ അപകടകരമാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആശയങ്ങൾ കൊണ്ട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. എൽദോ മാത്രവുമല്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഈ മട്ടിലെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന് BJP പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.